എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകുന്ന അപ്പോസ്തല പ്രവൃത്തിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ചില ദിവസങ്ങളായി. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്, വീര്യപ്രവർത്തികൾ ചെയ്യുന്ന കർത്താവാണ്. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും വീണ്ടും 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 നമുക്ക് ആശ്രയിക്കാം. ഈ പുതിയ ആഴ്ചയിൽ ഇന്നു മുതൽ ഒരു പുതിയ ചുവട് വെക്കാൻ യേശു കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നലകളെ മറക്കുക, എന്നാൽ പാഠങ്ങൾ മറക്കരുത്. ഒന്നുകൂടി പറയാം, ഇന്നലകളെ പലതും മറക്കേണ്ടി വരും, എന്നാൽ പല പാഠങ്ങളും നാം മറന്നു പോകരുത്. ഇന്നലകളിൽ നമുക്കുണ്ടായ തിക്തമായ അനുഭവങ്ങൾ, ഇന്നലകളിൽ മറ്റുള്ളവർ നമ്മോട് ചെയ്ത ദ്രോഹങ്ങൾ, അതൊന്നും ഓർത്തു വെക്കാൻ ആവശ്യമില്ല. എന്നാൽ ഇന്നലകളിൽ ദൈവം നമുക്ക് തന്ന ചില അനുഭവ സമ്പത്തുകളുണ്ട്, അത് മറന്നു പോകരുത്. ജോസഫിൻ്റെ ചരിത്രം അതാണ്. ഇന്നലകളെ മറക്കാൻ ദൈവം കൃപ കൊടുത്തു, എന്നാൽ ജോസഫ് പാഠങ്ങളൊന്നും മറന്നിട്ടില്ല. അതിലൂടെയാണ് അവൻ ഒരു ഉയർന്ന മികച്ച ഭരണാധികാരിയായി മാറിയത്. അവൻ്റെ ജീവിതത്തിൽ വന്ന വേദനകളെല്ലാം അവൻ്റെ എക്സ്പീരിയൻസായി മാറി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെ എക്സ്പീരിയൻസ് എന്ന ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ? ഇതെൻ്റെ എക്സ്പീരിയൻസാണ്. വേറെ ആർക്കും ഭൂമിയിലില്ലാത്ത അനുഭവ സമ്പത്തുകൾ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ആർക്കുമില്ലാത്ത വേദനയെന്ന് പറയാതെ, ആർക്കുമില്ലാത്ത ദുഃഖങ്ങളെന്ന് പറയാതെ, ആർക്കുമില്ലാത്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാല അനുഭവങ്ങളെ ഒറ്റ വാക്കിൽ നമുക്ക് ഒതുക്കാം. എക്സ്പീരിയൻസ്. ഇന്നലകളെ ജോസഫ് മറന്നുപോയി. അതുകൊണ്ട് ജോസഫ് മൂത്ത മോന് പേരിട്ടത് മനശ്ശെ. മറന്നുപോയി. ഇന്നലകളുടെ വേദനകൾ, ഇന്നലകളുടെ സങ്കടങ്ങൾ ജോസഫ് മറന്നുപോയി. പകരം ആ സങ്കടങ്ങളിൽ നിന്നുണ്ടായ പരിചയ സമ്പത്ത് അവനെ മികച്ച ഒരു മന്ത്രിയാക്കി മാറ്റി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാവർക്കുമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ആ ലിസ്റ്റിൽപ്പെട്ടവരാണ് നാം. ധൈര്യപ്പെടുക. കർത്താവിൽ അടിയുറച്ച് നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. तुझे छोड़ में चल पड़ा, ढूंढने घर हर जगह, खोज में मैं खो गया, खुद को पहचाना सका, रहमत के दरिया में डुबाया मुझे, उससे सरिया बनाकर चलाया मुझे, रहमत के दरिया में डुबाया मुझे, उससे सरिया बनाकर चलाया मुझे। पापा पापा बेटा मैं तेरा, पापा पापा बेटा मैं तेरा। तुझे छोड़ मैं जाऊं कहाँ, तू ही तो घर है मेरा, नादा मुझे पदा, बेटा मैं था ही तेरा, नजर तेरी कभी ना हटी, महफूज हूँ तेरी परछाई में, नजर तेरी
कभी ना हटी, महफूज हूँ तेरी परछाई में। पापा पापा बेटा मैं तेरा, पापा पापा बेटा मैं तेरा, तेरी आंखों के पुतली हूँ पापा, मैं आंखों के पुतली हूँ पापा, तेरी आंखों के पुतली हूँ पापा, तेरी आंखों के पुतली हूँ पापा। पराया न हूँ मैं, टुकराया न तूने, शर्मिंदगी से निकाला है तूने। पराया न हूँ मैं, टुकराया न तूने, शर्मिंदगी से निकाला है तूने। गले लगा कर चूमा मुझे, मेरा लता हटा कर लबादा दिया। गले लगा कर चूमा मुझे, मेरा लता हटा कर लबादा दिया। पापा पापा बेटा मैं तेरा, पापा पापा बेटा मैं तेरा, तेरी आंखों के पुतली हूँ पापा, मैं आंखों के पुतली हूँ पापा, तेरी 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 आंखों की पुतली हूँ पापा, तेरी आंखों की पुतली हूँ पापा, तेरी आंखों की पुतली हूँ पापा। അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളിൽ ആത്മാക്കളുടെ വിടുതൽ നടന്ന് ജനങ്ങൾ വർദ്ധിച്ച് 5000-ത്തിലധികം പുരുഷന്മാർ തന്നെ, സ്ത്രീകളും കുട്ടികളുടെ എണ്ണം പറയാൻ പറ്റാത്ത നിലയിൽ അവർ വളരെയധികം പെരുകി ബലപ്പെട്ട ആ സമയത്ത് അവരുടെ ഇടയിൽ ചെറിയതായിട്ട് ഒരു പെറുപെറുപ്പ് ആരംഭിച്ചു. പെറുപെറുപ്പ്, പരാതി പറയല്, ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, ഞങ്ങളുടെ വീട്ടിൽ വരുന്നില്ല, ഞങ്ങളെ കാണുമ്പോൾ അധികം പ്രൈസ്തലോട് പറയുന്നില്ല, ഞങ്ങളെ കാണുമ്പോൾ ഒത്തിരി ചിരിക്കുന്നില്ല. ഇങ്ങനെയാണ് പതുക്കെ പെറുപെറുപ്പ് തുടങ്ങുന്നത്. ഞങ്ങളെ നോക്കിയാണ് ഈ മനഃപൂർവ്വം ഞങ്ങൾക്കെതിരെയാണ് ഈ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഉള്ളിൽ എന്തോ വലിയ കയ്പുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലൊരു പൈശാചികതയാണ്, അല്ലെങ്കിൽ മനഃപൂർവമായി ചെയ്യുന്നതാണ്. ഏതോ ഒന്ന്, ദൈവികമല്ലാത്ത ഒന്ന് ആരിലോ കയറിയിട്ടുണ്ട്. ഒന്നുകിൽ ലീഡർഷിപ്പിൽ,
അല്ലെങ്കിൽ ജനങ്ങളിൽ ഇതിൻ്റെ പുറകിൽ പിശാചാണ് എന്ന് മനസ്സിലാക്കി ഇതിനെ ജയിക്കുവാനുള്ള ശേഷി ദൈവത്തോട് നാം പ്രാപിച്ചെടുക്കണം. അപ്പോസ്തലന്മാർക്കത് മനസ്സിലായി. യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാർക്കെതിരെയുള്ള ഈ പിറുപിറുപ്പ് അത് 2 ഗ്രൂപ്പായിട്ട് സഭയെ മാറ്റുന്നതായിട്ട് അവിടെ കാണാം. അതായത് യവന ഭാഷക്കാർ, എബ്രായ ഭാഷക്കാർ. ഭാഷകളുടെ അടിസ്ഥാനത്തിൽ മാറ്റാനുള്ള പിശാചിന്റെ ചതിയാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാ ഭാഷക്കാരും ഒരു ഭാഷക്കാരായി. എന്നാൽ ആ ആത്മീക അനുഭവത്തെ ഇല്ലാതെയാക്കാൻ പിശാച് നോക്കുന്ന ചതിയാണ്. ഇതെല്ലായിടത്തും കാണാൻ കഴിയും. ഒരു വീട്ടിൽ പോലും വിവാഹം കഴിഞ്ഞ ആ നാളുകളിൽ 2 പേരും ഒന്നായിട്ടാ പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിന്റെ വീട് എൻ്റെ വീട്. ഇത് തന്നെയാണ് സഭയിലും ഓരോ വിഷയം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ പിശാച് കൊണ്ടുവരും. എന്നാൽ അവിടെ അപ്പോസ്തലന്മാരെന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. അതായത് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി കുഴപ്പം പ്രാർത്ഥനയുടെയും വചന ശുശ്രൂഷയുടെയും കുഴപ്പമാണ്, വിശ്വാസികളുടെ കുഴപ്പമല്ല, വിശുദ്ധന്മാരുടെ കുഴപ്പമല്ല, സഭയുടെ കുഴപ്പമല്ല. സഭയിലാക്കിയിരിക്കുന്ന ദൈവദാസന്മാർ ആയിരിക്കേണ്ട സ്ഥാനത്ത് ആകാഞ്ഞതിൻ്റെ കുഴപ്പമാണ്. അവർക്ക് കാര്യം മനസ്സിലായി. ഒരു വീട്ടിൽ വഴക്ക് നടക്കുമ്പോൾ വീട്ടിലെ അപ്പൻ ഇതുപോലെ ഒന്ന് കാര്യം മനസ്സിലായിരുന്നെങ്കിൽ, ഒരു വീട്ടിൽ പ്രശ്നം കൂടുമ്പോൾ വീട്ടിലെ അമ്മയ്ക്കത് കാര്യം മനസ്സിലായെങ്കിൽ, മുഴുവനും പിള്ളേരുടെ തലയിലോട്ട് പഴിചാരാതെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലായെങ്കിൽ, എനിക്കിതൊന്ന് മനസ്സിലായെങ്കിൽ ഞാനായിരിക്കുന്ന കൂട്ടായ്മ എന്നേ രക്ഷപ്പെടും. നേതൃത്വത്തിലുള്ളവർ ആരും പറഞ്ഞു തരാതെ സ്വയമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരായിരിക്കണം. നിങ്ങളൊരു ബാങ്കിൻ്റെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ കീഴെ അനേകരെ നയിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ മുകളിലാണോ? എങ്കിൽ ആദ്യം തെറ്റുകൾ മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണം. നമ്മെ ആരും തിരുത്തുന്നതിന് മുമ്പ് നാം തന്നെ നമ്മെ തിരുത്തുന്ന ആ ഒരു അഭിഷേകത്തിലേക്ക് നാം വളരണം. ചെറിയൊരു പിറുപിറുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ അപ്പോസ്തലന്മാർക്ക് കാര്യങ്ങളെ പിടികിട്ടി. പല വീടുകളിലും വിവാഹമോചനത്തിൻ്റെ കാര്യം നിന്റെ കുഴപ്പമാണ്, അല്ല, ഇത് നിന്റെ വീട്ടുകാരുടെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതല്ലാതെ സ്വയമായിട്ട് ഇത് എൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി തിരുത്തിയാൽ വിവാഹമോചനം ഒരിക്കലും നടക്കില്ല. പിശാചിൻ്റെ പരിപാടികളെല്ലാം പൊളിഞ്ഞു പോവും. സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് തിരുത്തുവാനുള്ള ശേഷി 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ നേതൃത്വ നിരയ്ക്ക് പരിശുദ്ധാത്മാവിൽ ലഭിച്ച ഒരു പ്രത്യേക കൃപയാണ്. ഇന്ന് ഞാനിത് പറയുമ്പോൾ നമ്മൾ നേതൃത്വ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യരാണോ എന്ന് കണ്ടുപിടിക്കാൻ ഇത് കാര്യം മതി. എന്താണ്? ഒരു വ്യക്തിയുടെ നേതൃത്വ നിരയിൽ നിൽക്കാനുള്ള യോഗ്യത സ്വന്തം തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്താനുള്ള കഴിവ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്വന്തം തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്തുവാനുള്ള കഴിവ്. അത് തന്നെ പൗലോസ് എടുത്തു പറയുന്നു. ആത്മീകൻ തന്നെത്താൻ വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അതായത് മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കി തിരുത്താൻ വരുന്നതിന് മുമ്പേ നാം നമ്മെ മനസ്സിലാക്കി തിരുത്തണം. ആരും നമ്മെ വന്ന് അത് ശരിയായില്ലട്ടോ എന്ന് പറയുന്നതിന് മുമ്പേ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് നമ്മുടെ കാരണവന്മാര് നമ്മോട് പറഞ്ഞ കാര്യം തന്നെ. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്. നാം തന്നെ നമ്മെ മനസ്സിലാക്കി ഇത് നമ്മുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഉടനെ തിരുത്തണം.
തിരുത്തുവാനുള്ള ശേഷി, കുറ്റങ്ങൾ കണ്ടുപിടിച്ച് തിരുത്തുവാനുള്ള ശേഷി ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് തരട്ടെ. പോരായ്മകൾ കണ്ടുപിടിച്ച് അത് എൻ്റെ കുഴപ്പമാണ്, ഇത് ഞങ്ങൾ പോകുന്ന റൂട്ട് ശരിയല്ല, സഭ വളരുന്നു, ആത്മാക്കൾ കൂടുന്നു, 10-20,000 പേര് ഒരുമിച്ച് കൂടുന്ന സമയത്ത് എല്ലാവരും അവരെ പ്രശംസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഒരു അഹങ്കാരം, ഞങ്ങളെല്ലാം ശരിയാണെന്നുള്ളൊരു ചിന്ത അവർക്ക് വരാം, നമുക്ക് വരാം. നമ്മെ എല്ലാവരും പ്രശംസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം വളരെയധികം അപകടത്തിലാകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്താണ്? നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാകാത്ത പുകഴ്ചകളുടെ സീസൺ. എന്നാൽ ഈ അപ്പോസ്തലന്മാർ പുകഴ്ചകളും മാന്യതകളും ബഹുമതികളും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ അവർക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇതിനകത്ത് ഒരു അസ്വസ്ഥത വന്നതിൻ്റെ കാരണം ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അതിന് പരിഹാരം വരുത്തുന്നതാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ പ്രാർത്ഥനയിലും ഞങ്ങൾ വചന ശുശ്രൂഷയിൽ ഉറ്റിരിക്കും. ഞങ്ങൾ ആത്മാവും ജ്ഞാനവും സാക്ഷ്യവുമുള്ള 7 പേർക്കായിട്ട് ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തോ. ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല. അത് നിങ്ങളായി, നിങ്ങളുടെ പാടായി. നിങ്ങൾക്ക് മേശമേൽ ശുശ്രൂഷകൾ ചെയ്യാൻ നിങ്ങളുടെ ഇടയിൽ പ്രാപ്തിയുള്ള 3 ക്വാളിറ്റിയുള്ള 7 പേരെ തിരഞ്ഞെടുക്കണം. ഒന്ന് സാക്ഷ്യം വേണം, അടുത്തത് പരിശുദ്ധാത്മാവ് വേണം, അടുത്തത് ദൈവവചന ജ്ഞാനം വേണം. ഇങ്ങനെയുള്ള 3 ഗുണങ്ങളുള്ള 7 പേരെ തിരഞ്ഞെടുത്തോ. ഞങ്ങൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ചാരിറ്റി പ്രവർത്തനത്തിനും മറ്റുള്ള മാനുഷികമായ പരിപാടികൾക്കും ഞങ്ങളില്ല. ഞങ്ങൾ സ്വർഗീയ പരിപാടികളിലേക്ക്, ആത്മീക കാര്യങ്ങളിൽ മുന്നോട്ട് വരുന്നു. ഭൗതിക കാര്യങ്ങൾ ചെയ്യാൻ അഭിഷേകമുള്ള, സാക്ഷ്യമുള്ള, ജ്ഞാനമുള്ള 7 പേരെ ആക്കിക്കും. എന്നാൽ ഞങ്ങളിനി ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. സഭയാരംഭിച്ചത് ഭൗതികത്തിലല്ല, ആത്മീകത്തിലാണ്. ആരംഭം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അന്യഭാഷയിൽ അവർ സംസാരിച്ചു, കൊടിയ കാറ്റടിച്ചു, ഭയങ്കരമായ ആത്മീക ചലനം. ആ ചലനത്തിനിടയിൽ, ആ ചലനത്തെ വെറും ഒരു ഭൗതികതയിലേക്ക് തള്ളിവിടുന്ന പിശാചിന്റെ ചതിയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സഭയിൽ ആത്മീകമായ ചലനങ്ങളില്ല, വെറും ഭൗതികമായ മൂവ്മെന്റുകൾ മാത്രം. വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. ഇതല്ലാതെ ഒരു ആത്മീക ചലനമില്ലെങ്കിൽ അവിടെ എന്തോ തകരാറാണ്. അപ്പോസ്തലന്മാരത് കണ്ടുപിടിച്ചു. അതാണ് അവരുടെ വിജയം. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അവരിൽ ആരും വലിയ PhD ചെയ്തവരൊന്നുമില്ല. എന്നാൽ അവർ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരായിരുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് അവരിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ചിന്താ വിഷയം തന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ: സ്വന്തം കുഴപ്പം കണ്ടുപിടിച്ച് അതിന് പരിഹാരം വരുത്തുക. മറ്റുള്ളവരെ പഴിചാരുന്ന പരിപാടി നിർത്തുക. മറ്റുള്ളവരെ പഴിചാരി തുടങ്ങിയ പിറുപിറുപ്പിൻ്റെ ഇടയിൽ സ്വന്തം കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങനൊരു അസ്വസ്ഥത വന്നതിൻ്റെ കാര്യം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ നിൽക്കേണ്ടിടത്ത് നിന്നില്ല, അതുകൊണ്ടാണ് ഇതിനിടയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായത് എന്ന് പന്തിരുവർക്ക് മനസ്സിലായി. ഞങ്ങളിനി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും, ഞങ്ങളിനി വചന ശുശ്രൂഷയിൽ ഉറ്റിരിക്കും. 2 കാര്യമാണ് സഭ വളരാൻ കാരണമായത്. ഈ 2 കാര്യത്തിൽ മങ്ങലേറ്റപ്പോഴാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. പ്രാർത്ഥനയിലും വചനത്തിലും ഞങ്ങൾ ഉറ്റിരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. കാര്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് അവരവരുടെ കുഴപ്പമാണെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരം വരുത്തുക. എല്ലാ വീട്ടിലെയും പ്രശ്നം തീരുമെന്നേ. ഒരു ഭാര്യ പറയാണ്, ഞാനാണ് അതിൻ്റെ കാര്യം, ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചില്ല, ഞാൻ ശരിക്കും വചനം ധ്യാനിച്ചില്ല. ഭർത്താവ് പറയണ,
നീ മാത്രമല്ല, എൻ്റെയും കുഴപ്പമുണ്ട്. ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചില്ല, ഞാൻ ശരിക്കും വചനം ധ്യാനിച്ചില്ല. നമുക്ക് പ്രാർത്ഥനയിലും വചനത്തിലോട്ടും തിരിയാം. അവർക്ക് കാര്യം മനസ്സിലായി. പത്രോസ് യോഹന്നാനെ പഴിചാരിയില്ല, യോഹന്നാൻ അന്ത്രയോസിനെ കുറ്റം പറഞ്ഞില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറഞ്ഞില്ല. അവർക്ക് മനസ്സിലായി നമ്മുടെ കുഴപ്പം തന്നെയാണ്. ഇത് നമ്മുടെ വീടുകളിൽ അപ്ലൈ ചെയ്താൽ വീടുകളിൽ റിപ്ലൈ ഉണ്ടാകും, നല്ല റിസൾട്ടുകൾ ഉണ്ടാകും, വലിയ അനുഗ്രഹം ഉണ്ടാകും. അവൻ സ്വന്തം തെറ്റാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ഒന്നും പോകാൻ പോകുന്നില്ല. സ്വന്തം കുറ്റമാണ്, ഞാൻ കാരണമാണ് ഈ വീട്ടിൽ ഈ വിഷയത്തിന്റെ കാരണം, ഞാൻ ശരിക്ക് പ്രാർത്ഥിച്ചില്ല, ഞാൻ ശരിക്ക് വചനത്തിൽ ഇരുന്നില്ല. പ്രാർത്ഥനയിലും വചനത്തിലും നിലനിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോകും, രോഗങ്ങൾ ഇറങ്ങിപ്പോകും, ശാപം ഓടിപ്പോകും, ദുഷ്ടൻ ഓടിപ്പോകും, പാരമ്പര്യ ശാപങ്ങൾ പൊട്ടിപ്പോകും. ദൈവവചനത്തിലും പ്രാർത്ഥനയിൽ ഊറ്റിരിക്കുമ്പോൾ ഇവിടെ വലിയ ദൈവശക്തിയുണ്ട്. കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവിൽ നമുക്ക് വിശ്രമിക്കാം. പ്രാർത്ഥനയിൽ വചനത്തിൽ ഉച്ചരിപ്പാൻ എത്ര പേര് ആഗ്രഹിക്കും? സ്വന്തം തെറ്റാണെന്ന് പറയണം. ഇതുവരെ നമ്മുടെ വീട്ടിൽ സംഭവിച്ചതല്ല എൻ്റെ കുഴപ്പമെന്ന് ഇന്നൊന്ന് പറഞ്ഞു നോക്ക്. ഇന്ന് തന്നെ ആ വീട്ടിലെ വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് മാറാത്ത വിഷയം ഇന്ന് തീരും. നമ്മളൊന്ന് താന്നു കൊടുത്തെന്ന് കരുതി നമുക്ക് കിട്ടുന്നത് ഒരു നല്ല കുടുംബമാണ്. തോറ്റു കൊടുക്കുമ്പോൾ നമ്മൾ ജയിക്കുകയാണ്. ഈ സത്യം നിങ്ങൾ അറിയണം. തോറ്റു കൊടുക്കുമ്പോൾ നമ്മൾ ജയിക്കുകയാണ്. കർത്താവിൽ ആശ്രയിക്കാം. ഏതൊക്കെയോ കുടുംബങ്ങളിൽ ഇന്ന് വലിയ ബ്രേക്ക് ത്രൂ നടക്കാൻ പോവുകയാണ്. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവിന്റെ കൈകളിൽ ഈ വീടുകളെ ഏൽപ്പിക്കും. നാളുകളായുള്ള അസ്വസ്ഥതകൾ, സംസാരത്തിലുള്ള അകലങ്ങൾ, മിണ്ടാതെ നടക്കുന്ന അവസ്ഥകൾ, അകൽച്ചകളെല്ലാം വിശ്വാസ കുടുംബങ്ങളിൽ നിന്ന് മാറട്ടെ. പിറുപിറുപ്പ് മാറിപ്പോകട്ടെ. സ്വന്തം കുറ്റമാണെന്ന് കണ്ടുപിടിച്ച് അതിൽ നിന്ന് പിന്മാറാൻ എല്ലാവർക്കും പ്രത്യേകം കൃപയുണ്ടാകും. ഈ വലിയ കൃപ ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തിയോടെ ഈ കുടുംബങ്ങളിൽ പ്രബലപ്പെടണം. കൃപയുടെ നദിയെ ഒഴുക്കണമേ. ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കും. കൃപാവരങ്ങളാൽ നിറയ്ക്കണം. സൗഖ്യങ്ങൾ കൊണ്ട് നിറയട്ടെ. സ്വസ്ഥതയും സമാധാനവുമുള്ള വീടുകളായി ഈ രാവിലെ മുതൽ ഓരോ കുടുംബങ്ങളും ആയിത്തീരട്ടെ. സൗഖ്യമാകട്ടെ. സാമ്പത്തിക വഴികളെല്ലാം തുറന്നു വരട്ടെ. വാതിലുകൾ തുറന്നു വരട്ടെ. ദൈവികമല്ലാത്തതെല്ലാം അടഞ്ഞു പോകട്ടെ. സ്വർഗീയമായതെല്ലാം തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓരോ ദിവസം കഴിയുന്തോറും ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലൂടെ ഇനിയും നമുക്ക് യാത്ര ചെയ്യാം. നാളെ ഇതേ നേരത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.